പ്രിയമുള്ളവരെ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പദപ്രഖ്യാപനം നാളെയാണ് എന്ന ലോട്ടറിക്കാരന്റെ പരസ്യം പോലെ നീണ്ടുപോവുകയാണ്. കേരളം മഴക്കെടുതിയെ നേരിടുവാൻ തുടങ്ങിയാണ്. ഇന്നലെയൊക്കെ കാണുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മഴ വരുന്ന ദിവസങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ വിവിധ വകുപ്പുകൾ ഏകീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ കേരളത്തിൽ ഒരു ഭരണമില്ലാതിരുന്നാൽ അത് കേരളത്തിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ക്രോഡീകരണത്തെയൊക്കെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മണ്ഡലങ്ങളിൽ നന്ദി പ്രകടനം നടത്തുവാൻ പോലും കഴിയുന്നില്ല എന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ വരികയാണ്. ഇന്നലെ മാനന്തവാടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA കെ ഉഷ അവരുടെ നന്ദി പ്രകടന ജാഥയിലും മറ്റും പോലീസിൻ്റെ സംരക്ഷണം തേടേണ്ടി വന്നു, അണികളെ ഭയന്ന് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പുറത്തിറങ്ങുന്ന മിക്ക MLA മാരെയും VD സതീശനെ സപ്പോർട്ട് ചെയ്യണം എന്ന പേരിൽ പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരായ അണികളും വളയുന്നു. VD സതീശനെ സപ്പോർട്ട് ചെയ്യണം എന്ന് അവരോട് ആവശ്യപ്പെടുന്നു. നാദാപുരം MLA അഭിജിത്തും ഒക്കെ അതുപോലെയുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർമാരായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്നും ഈ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ലാതായി തീരുന്നു എന്നതാണ്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലും ഒക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ വലിയ പൊങ്കാലയാണ് വന്നുകൂടുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണം ഉണ്ടായപ്പോൾ റിനി, അത് VD സതീശനുമായി മകൾക്ക് തുല്യമായ ബന്ധം ഉള്ള ഒരു പെൺകുട്ടിയാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് VD സതീശൻ പിന്തുണച്ചില്ല. VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് ധൃതിയിൽ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു എന്ന പേരിലൊക്കെ VD സതീശനെ പൂരത്തെറി വിളിച്ച സോഷ്യൽ മീഡിയയിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികളും ഇപ്പോൾ VD സതീശൻ അനുകൂലമായി തിരിഞ്ഞിരിക്കുന്നു. അവർ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന രീതിയിൽ മാധ്യമ ഇടപെടലുകളും സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ നടത്തുന്നു. മറ്റൊരു നേതാവിനും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിൽ VD സതീശൻ്റെ ഗ്രാഫ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തിന്, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മാത്രമല്ല, രാഹുൽ ഗാന്ധി പോലും തെറിവിളി ഏറ്റുവാങ്ങേണ്ടി വരുന്നു സതീശൻ അനുകൂലികളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുപോക്കിന് സാധ്യമല്ല. കാരണം AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. രാഹുൽ ഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രി പദം മോഹിച്ചിട്ട് ജനങ്ങളുടെ വികാരം എതിരായതിൻ്റെ പേരിൽ അത് ഉപേക്ഷിച്ച് പോകുക എന്ന് പറയുന്നത് KC വേണുഗോപാലിനെ സംബന്ധിച്ച് അത്ര അഭികാമ്യമല്ല. അതുകൊണ്ട് അദ്ദേഹം ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രി പദം വേണം എന്ന രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ മറ്റൊരു വാർത്ത, അത് VD സതീശൻ അനുകൂലമാണ്. ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ലീഗിൻ്റെ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ലീഗിൻ്റെ കേന്ദ്രങ്ങൾക്ക് സോണിയാഗാന്ധിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് VD സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന രീതിയിലാണ് അവിടെ നിന്നുള്ള പ്രതികരണം വരുന്നത് എന്ന ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ AICCയുടെ തീരുമാനം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നത് ആണ് എങ്കിൽ ഒരുപക്ഷെ ലീഗിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഒരു ഘടകകക്ഷി എന്ന രീതിയിൽ, മുന്നണി സംവിധാനത്തിൽ മത്സരിച്ച ഒരു പാർട്ടി എന്ന രീതിയിൽ ലീഗിന് അഭിപ്രായം പറയാം. പക്ഷേ മറ്റൊരു പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് എന്ന രീതിയിൽ ഒരുപക്ഷെ AICC KC വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നതെങ്കിൽ ലീഗിന് അംഗീകരിക്കേണ്ടി വരും. പക്ഷേ ഇന്ന് വാർത്താ മാധ്യമ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, പാണക്കാട് തങ്ങളും ഒപ്പം സോണിയാഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അതിൽ VD സതീശനാണ് മുഖ്യമന്ത്രി ആകുന്നത് എന്ന് സംബന്ധിച്ച സൂചന ലീഗിന് കിട്ടിയിട്ടുണ്ട് എന്നാണ്. ലീഗ് എന്തായാലും ഈ നിമിഷത്തിലും VD സതീശന് മുന്നിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. KC വേണുഗോപാലിന് അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ഫണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല UDFൻ്റെ സ്ഥാനാർത്ഥികൾക്കും എത്തിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ്സിന് ഭരണമില്ല, കേന്ദ്രത്തിൽ 15 വർഷമായി ഭരണമില്ല. അപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് മത്സര ചിലവിനാവശ്യമായ പൈസയുടെയൊക്കെയും ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അത് കോർഡിനേറ്റ് ചെയ്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കുവാൻ KC വേണുഗോപാലിന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ മത്സരിച്ച് വിജയിച്ചു വന്നവർ പിന്തുണയ്ക്കും. എന്തായാലും തിരഞ്ഞെടുപ്പ് ചെലവിനൊക്കെ പൈസ വേണമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്കറിയാവുന്ന കുറച്ച് സ്ഥാനാർത്ഥികൾ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇലക്ഷനിൽ പരാജയപ്പെട്ട് വലിയ കടത്തിലൊക്കെ മുങ്ങിപ്പോയിരുന്നു. പിന്നീട് അവർ വസ്തുവും ഒക്കെ വിറ്റാണ് കടങ്ങളൊക്കെ തീർത്തത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കണ്ണിങ് ആയിട്ട് തന്നെ അത് മാനേജ് ചെയ്തപ്പെട്ടു. അതിൻ്റെ ഒരു ക്രെഡിറ്റ് KC വേണുഗോപാലിനുണ്ട്. പക്ഷേ VD സതീശൻ ജനങ്ങൾ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു
മുഖമാണ് ജനങ്ങൾ മുഖ്യമന്ത്രിയാകുവാൻ ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒക്കെയും കോൺഗ്രസിനും UDFനും മുതൽക്കൂട്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രണ്ടു നേതാക്കന്മാരും വ്യത്യസ്തമായ തലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി അവരുടെ കടമയും കർത്തവ്യവും നിർവഹിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ഘടകകക്ഷികൾ പക്ഷേ VD സതീശൻ്റെ കഴിവിനെ അംഗീകരിക്കുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകുവാനാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് എന്ന വിലയിരുത്തലാണ് RSPയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. RSP നേതാവ് പ്രേമചന്ദ്രൻ അദ്ദേഹം ഇന്നലെ MM ഹസൻ്റെ ഒരു പ്രസ്താവന, ഘടകകക്ഷി നേതാക്കൾ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നതിന് അഭിപ്രായം പറയേണ്ടതില്ല എന്ന ഒരു പ്രസ്താവനയെ ಖಂಡಿക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി ഇങ്ങോട്ട് വന്നു. MM ഹസനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്തുതിപാഠനം നടത്തിയെന്നേ അർത്ഥമുള്ളൂ. എന്തായാലും KC വേണുഗോപാലാണ് ഇപ്പോൾ നേതൃനിരയിലേക്ക് മുൻനിരയിലുള്ളത്. ഇപ്പോൾ MM ഹസൻ ഏകദേശം വയസ്സായ ഫീൽഡ് ഔട്ടൊക്കെ ആയ ഒരാളാണ്. അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ച് നിർത്തി KC വേണുഗോപാലിനെ എന്നേ അർത്ഥമുള്ളൂ. അതിലപ്പുറം അദ്ദേഹം കോൺഗ്രസിൻ്റെ നിലപാടുകൾ പറഞ്ഞതായി എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ മര്യാദ വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ്. ഘടകകക്ഷികളെ ഒക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇനി നമ്മൾ AK ആൻ്റണിയുടെയും VM സുധീരൻ്റെയും മുരളീധരൻ്റെയും കാര്യമെടുത്താൽ അവരെല്ലാവരും ഒരുപക്ഷേ VD സതീശനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ഹൈക്കമാൻഡിന് മുന്നിൽ എന്ന വാർത്ത പുറത്തു വരികയാണ്. പക്ഷേ ഈ മൂന്നുപേരുടെയും പ്രസ്താവനയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്. VD സതീശനെ അനുകൂലമായ ജനവികാരം മനസ്സിലാക്കണമെന്ന് അവർ AICCയോട് അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു തീരുമാനം AICC എന്ത് തീരുമാനമെടുത്താൽ ഇനി VD സതീശനെയല്ല RCA രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയായി AICC പരിഗണിക്കുന്നതെങ്കിലും അവർ ആ AICCയുടെ തീരുമാനത്തെ എതിർക്കില്ല എന്ന ഒരു നിലപാടാണ് പരിണിതപ്രജ്ഞരായ മുൻകാല നേതാക്കന്മാർ KK ആൻ്റണിയും VM സുധീരനും K മുരളീധരനും എടുത്തിട്ടുള്ളത് എന്ന ഒരു വസ്തുതയാണ്. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം, ഒരുപക്ഷെ K മുരളീധരന് കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു വകുപ്പ് കിട്ടുക VD സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോലായിരിക്കും എന്ന വിശകലനം വരുന്നുണ്ട്. കാരണം VD സതീശനും K മുരളീധരനുമായിട്ടാണ് കുറച്ച് ദൃഢമായിട്ടുള്ള ബന്ധമുള്ളത് എന്ന വിശകലനവും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് VD സതീശനും KC വേണുഗോപാലും K മുരളീധരനും ഒക്കെ വിവിധ തലങ്ങളിൽ നിൽക്കുന്നു. K മുരളീധരന് KC വേണുഗോപാലുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ K മുരളീധരന് ഒരുപക്ഷെ അപ്രാമുഖ്യമായ വകുപ്പുകളായിരിക്കും കിട്ടിയേക്കുക എന്നുള്ള ചർച്ചകളും വരുന്നുണ്ട്. എന്തായാലും ഇന്നോടുകൂടി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകൾ വരുന്നത്. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൈവിട്ട് പോയേക്കും. കാരണം 10 ദിവസമായ റിസൾട്ട് വന്നിട്ട് സംസ്ഥാനത്ത് ഭരണസ്തംഭനമുണ്ട്. SSLC റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണയായി അത് വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമായി വരികയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ച ജനത അവർ അസംതൃപ്തരാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ചർച്ചകളും മറ്റുമൊക്കെ രൂപാന്തരപ്പെട്ടതിന് ശേഷമേ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കൂ. പക്ഷേ ഇത് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇന്നുപോലും അതിന് സാധ്യതയുണ്ട് എന്ന രീതിയിൽ ചർച്ചകൾ വരുന്നില്ല. കാരണം ദീപാദാസ് മുൻഷി അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ എന്ന രീതിയിൽ വാർത്തകൾ സംപ്രേഷണം ചെയ്യപ്പെട്ടിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് റദ്ദാക്കി എന്ന വാർത്തയും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പ്രഖ്യാപനം വീണ്ടും നീണ്ടുപോയേക്കാം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.